എന്തുകൊണ്ടാണ് ഈ സർവേ നിങ്ങൾ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു മോട്ടീവ് ഉണ്ടായത്? ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നമുക്ക് ഇപ്പോൾ US പോലെയോ അല്ലെങ്കിൽ UK പോലെയോ ഉള്ള രാജ്യങ്ങളെ പോലെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഇല്ല. നമ്മുടെ വർക്കിംഗ് ലൈഫ് സൈക്കിളില്ലേ, ആ കാലാവധി കുറയുകയും നമ്മുടെ പോസ്റ്റ് വർക്കിംഗ് ലൈഫിന്റെ കാലാവധി കൂടുകയും ചെയ്യുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് കാണുന്നു. 25-ാമത്തെ വയസ്സിൽ ജോലി ചെയ്യുന്ന ഒരാൾ 45-ാമത്തെ വയസ്സാകുമ്പോൾ ജോലി നിർത്തുവാണ്. ഒരാളുടെ ഇൻകം 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 60%, അതായത് 60,000 രൂപയോളം അവരുടെ എക്സ്പെൻസസിന് മാത്രം പോവാണ്. ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു iPhone 15 ഉണ്ടെങ്കിൽ ഇപ്പോൾ iPhone 16 വരുമ്പോൾ എൻ്റെ നാച്ചുറൽ ടെൻഡൻസി അത് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ്. സോ വെൻ യുവർ മണി ഈസ് ഗ്രോയിങ് അറ്റ് എ സർട്ടൻ റേറ്റ്, ദാറ്റ് ഇസ് കോൾഡ് ഇൻവെസ്റ്റ്മെന്റ്. ശമ്പളം മേടിക്കുന്നു, ഞാൻ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നിടത്തോളം എനിക്ക് ശമ്പളം കിട്ടുന്നു, ശമ്പളം കിട്ടുന്നതോളം ഇൻകം ഒരു വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ചെലവെന്ന് പറയുന്ന കാര്യം ഈ 25 കൊല്ലം താണ്ടിയും പോവും. എന്താണ് റിട്ടയർമെന്റ്? വെൻ ഐ ആം നോട്ട് വർക്കിംഗ്, അതായത് ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാത്ത സമയത്ത് എൻ്റെ ലൈഫ് സ്റ്റൈലിന് ഒരു കോംപ്രമൈസും വരാതെ എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഒരു നല്ല റിട്ടയർഡ് ലൈഫ് എന്ന് പറയുന്നത്. എന്തൊരു നിക്ഷേപത്തിൽ തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും ആദ്യം നിങ്ങളുടെ റിട്ടയർമെൻറ്റിനായിട്ടൊരു ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. വാട്ട് എവർ യു ആർ ഏർണിംഗ്, ആഫ്റ്റർ യുവർ നീഡ്, സേവ് ദ റെസ്റ്റ്. ഡോണ്ട് സ്പെൻഡ് ഇറ്റ് ഓൺ എ വാണ്ട്. ഹായ്, എൻ്റെ പേര് വിപിൻ ദാസ്. ഞാൻ ഏതസ് വെൽത്ത് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ്, ബേസ്ഡ് ഔട്ട് ഓഫ് കൊച്ചി. റീസെൻ്റ്ലി ഞാൻ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കുകയായിരുന്നു. ഒരു വലിയൊരു കമ്പനി ആ ആർട്ടിക്കിൾ 2020 ഒരു സർവേ നടത്തിയതാണ്. അപ്പോൾ അതൊരു റിട്ടയർമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സർവേ ആണ്. അവരുടെ ആ സർവേയുടെ പേര് റിട്ടയർമെൻറ്റ് റെഡ്നെസ് സർവേ എന്നാണ്. അപ്പോൾ അത് വായിച്ചപ്പോൾ അതിൽ ഒരുപാട് ഇൻസൈറ്റ്സും അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള കുറേ ഫൈൻഡിങ്സും എനിക്കത് ഡിസ്കസ് ചെയ്യണം എന്നുള്ള ഒരു അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ ആക്ച്വലി ഇന്ന് നമ്മുടെ കൂടെ ആ കമ്പനി റെപ്രസെൻ്റ് ചെയ്ത രാകേഷ് പിള്ള, ഡയറക്ടർ ഓഫ് PGIM ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ ആ സർവേയെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസും അതിൻ്റെ ഫൈൻഡിങ്സും ആയിരിക്കും നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹായ്, വെൽക്കം രാകേഷ്. താങ്ക് യു വിപിൻ, താങ്ക് യു സോ മച്ച്. സോ രാകേഷ്, ആക്ച്വലി ജസ്റ്റ് എനിക്കൊരു നിങ്ങളുടെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത്രയും കാലത്തുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു കരിയർ സ്പാനിങ് 2.5 decades, ഓൾമോസ്റ്റ് 22 കൊല്ലമായിട്ട് ഫിനാൻഷ്യൽ സർവീസസ് ഫീൽഡിലാണ്. കഴിഞ്ഞ 8 കൊല്ലമായി ഞാൻ PGIM-ലുണ്ട്. അതിനു മുമ്പ് ഞാൻ വേറെ പല സ്ഥാപനങ്ങൾ DSP-ലും മോർഗൻ സ്റ്റാൻലിലുമായി പല സ്ഥാപനങ്ങളിലും ഞാൻ മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൽ സെയിൽസിലാണ്. എൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഐ എം എ മാസ്റ്റേഴ്സ് ഗ്രാജുവേറ്റ് ഫ്രോം ICFI ബിസിനസ് സ്കൂൾ, ഹൈദരാബാദ്. ആൻഡ് ഇപ്പം ഞാൻ സദേൺ റീജിയനും വെസ്റ്റേൺ റീജിയനും PGIM ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി സെയിൽസിൽ നോക്കും. ആക്ച്വലി ഞാൻ നിങ്ങളുടെ ഈ സർവേ വായിച്ചു നിന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ സർവേ നിങ്ങൾ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു മോട്ടീവ് ഉണ്ടായത്? എൻ്റെ അടുത്ത് വിപിൻ പറഞ്ഞ പോലെ PGIM ഇന്ത്യ റിട്ടയർമെൻറ്റ് റെഡിനെസ് സർവേ ആ ഒരു ആർട്ടിക്കിൾ വിപിൻ വായിക്കുമ്പോൾ ആ ആർട്ടിക്കിളിൻ്റെ ഒരു ബേസിക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു വലിയ രാജ്യമാണ്. ഓൾമോസ്റ്റ് 100 കോടിയിൽ അധികം ആൾക്കാരുണ്ട്. ഈ ആൾക്കാരിൽ ഓൾമോസ്റ്റ് 65%, 65% കൂടുതലും വളരെ യങ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. പൊതുവേ ഇന്ത്യ വളരെ യങ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അടുത്ത ഒരു 20-25 കൊല്ലത്തിൽ ഇതിനകത്തുനിന്ന് ഒരു 50% കൂടുതൽ ആൾക്കാരും ടുവേർഡ്സ് ദിയർ 50s and 60s പോകുന്ന ഒരു സമയമാണ്. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നമുക്ക് ഇപ്പോൾ US പോലെയോ അല്ലെങ്കിൽ UK പോലെയോ ഉള്ള രാജ്യങ്ങളെ പോലെ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രായമാവും തോറും അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് ലൈഫ് എൻഡ് ആകും തോറും റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ആ ഒരു ഘടകത്തിനെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെപ്പറ്റി അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ PGIM ഇന്ത്യ റിട്ടയർമെൻറ്റ് റെഡിനെസ് സർവേ എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ ഇറക്കിയത്. രാകേഷ്, ആക്ച്വലി ഈ സർവേ 2020 ചെയ്തിട്ടുണ്ട്, 2023 ചെയ്തിട്ടുണ്ട്. കോവിഡിൻ്റെ മുന്നേയും കോവിഡ് കഴിഞ്ഞിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ 2 സർവേ ആ ഒരു 2 ടൈമിൽ ചെയ്തത്? അതുമാത്രമല്ല, കോവിഡ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നോ? കാരണം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ 2020 മുന്നേ ആൾക്കാർക്ക് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ സേവിങ്സ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ശീലം ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് വളരെ കുറവായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ആക്ച്വലി അതായത് PGIM ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്, അതായത് ഞങ്ങളുടെ CEO മിസ്റ്റർ അജിത് മേനൻ്റെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇൻ്റർനാഷണലി നോക്കിക്കഴിഞ്ഞാൽ പോലും പ്രൊഡൻഷ്യൽ, അതായത് ഞങ്ങളുടെ സ്പോൺസർ കമ്പനി എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻ റിട്ടയർമെൻറ്റ് ബിസിനസ് ആണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സർവേ തുടങ്ങുന്നത് ആക്ച്വലി 2018-ലാണ്. 2018-19 ഈ സർവേ തുടങ്ങി. നമ്മൾ ഈ സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി കോവിഡ് എന്ന് പറഞ്ഞ ഒരു
മഹാസംഭവം ഇന്ത്യയിൽ അന്ന് ലോകമെങ്ങും അന്ന് സംഭവിച്ചിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് കോവിഡ് സംഭവിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ സെക്കൻഡ് സർവേ നടത്തിയത് 2022 2023 സോ അങ്ങനെയാണ് 2 ഘട്ടങ്ങളായിട്ട് ഇതിൻ്റെ സർവേ ഫൈൻഡിങ്സ് വന്നത്. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി 3 years എല്ലാ 3 വർഷത്തിലും ഒരു വട്ടം ഈ ഒരു സർവേ നമ്മൾ നടത്തി അതിൻ്റെ ഫൈൻഡിങ്സ് നമ്മുടെ ക്ലയൻസിന് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഞാൻ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള ആൾക്കാരുടെ ഈ സർവേയിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്താൽ അവർ എവിടെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടോ അല്ലെങ്കിൽ അവർ കൂടുതൽ സേവ് ചെയ്യുന്നുണ്ടോ ഉള്ളതിൻ്റെ എന്തെങ്കിലും ഫൈൻഡിങ്സ് നിങ്ങൾക്ക് ഈ സർവേ കൂടെ കിട്ടുമായിരുന്നോ? ഉണ്ട്. നമുക്ക് ആക്ച്വലി ഈ സർവേയിൽ പല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 2019 നമ്മൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഇന്ത്യൻ്റെ. സോ ഈ സർവേ നമ്മൾ കണ്ടക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 3300 ആൾക്കാരെ നമ്മൾ സർവേ ചെയ്തു അക്രോസ് ഇന്ത്യ. 21 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ജെൻസ് ആൻഡ് ലേഡീസ്. 55% മെൻ ആൻഡ് 45% വിമൻ ആണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 33% സാലറീഡും 33% ബിസിനസ് പ്രൊഫഷണൽസും 31% സെൽഫ് എംപ്ലോയിഡും. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള കാറ്റഗറി അക്രോസ് ടോപ്പ് സിറ്റീസും Tier 2 സിറ്റീസും Tier 3 സിറ്റീസും വരെയാണ് നമ്മളിത് കവർ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഇതിനകത്ത് ആദ്യം ചോദിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടോപ്പ് പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്. ഇപ്പോൾ 2019 നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് നിങ്ങളുടെ ടോപ്പ് 5 or ടോപ്പ് 7 പ്രയോറിറ്റീസ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞത് അന്നത്തെ നമുക്ക് സർവേ ഫൈൻഡിങ്സ് കണ്ടു കിട്ടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചൈൽഡ്സ് എഡ്യൂക്കേഷൻ, രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ചൈൽഡ്സ് മാരേജ്, മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സ്പൗസിൻ്റെ സെക്യൂരിറ്റി, നാലാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വീട് മേടിക്കാം, അഞ്ചാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് വെൽനെസ്, ആറാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുക, ഏഴാമത്തെ പ്രയോറിറ്റി ആയിരുന്നു റിട്ടയർമെൻറ്റ്. പക്ഷേ നമ്മൾ ഇതേ സർവേ 2023 നടത്തിയപ്പോൾ ആദ്യത്തെ 3 പ്രയോറിറ്റി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ചൈൽഡ്സ് എഡ്യൂക്കേഷൻ, ചൈൽഡ്സ് മാരേജ്, സ്പൗസ് സെക്യൂരിറ്റി. നാലാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു എമർജൻസി കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനെസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ആറാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻ്റ് ആയി. അതായത് റിട്ടയർമെൻറ്റ് ഒരു പടി മേളിൽ കയറി ചേഞ്ച് ആയി. ഏഴാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മെയിൻ്റനൻസ് എന്നുള്ളതാണ്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ ഒരു 25 അല്ലെങ്കിൽ ഒരു ടൈമിൽ ഒരു ഏജ് ഉള്ള ഒരാൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ റിട്ടയർമെൻറ്റ് പ്ലാനിനെ കുറിച്ച് ചിന്തിക്കില്ല. കാരണം അയാളുടെ കരിയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മൾ എപ്പോഴാണ് ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? അതിനൊരു ഏജ് ടൈം ഉണ്ടോ? അതോ നമ്മൾ ജോലി കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണോ? എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം? അതൊരു നല്ല ക്വസ്റ്റ്യനാണ് വിപിൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിപിൻ പറഞ്ഞ പോലെ ഒരു ആവറേജ് ഇന്ത്യൻ ചൈൽഡ് ഇന്ന് പഠിച്ചിറങ്ങി ജോലിക്ക് കയറുന്നത് ചില കുട്ടികൾ 25 ജോലിക്ക് കയറാം, ചില കുട്ടികൾ 22 ജോലിക്ക് കയറാം, ചില കുട്ടികൾ PhD പഠിക്കണം, ചിലപ്പോൾ 28 29 കയറാം ജോലിക്ക്. സോ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് വർക്ക് ലൈഫിൽ നിന്ന് നമ്മൾ വിരമിക്കുക എന്ന് പറയുമ്പോൾ അത് സാധാരണ നമ്മുടെ ഒരു 50-55 വയസ്സ് മുതലാണ് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്നത്. പക്ഷേ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് ഇതിനെ കറക്റ്റായിട്ടൊരു ലെൻസിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നൊരു ആവറേജ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഒരു 50 കൊല്ലം മുമ്പ് ഒരു 70-75 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇന്നത്തെ കാലത്ത് അതായത് ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ടൈംസ് മാഗസീനിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ എവിടെയോ കണ്ടിരുന്നു. അതിനകത്തൊരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ 125 വയസ്സ് വരെ ജീവിക്കും എന്നുള്ള ഒരു ഫോട്ടോയാണ് അതിനകത്ത് കാണിച്ചത്. അത് നാഷണൽ ജിയോഗ്രാഫിക്കിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിങ്ങിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ലൈഫ് സൈക്കിളില്ലേ ആ കാലാവധി കുറയുകയും നമ്മുടെ പോസ്റ്റ് വർക്കിംഗ് ലൈഫിൻ്റെ കാലാവധി കൂടുകയും ചെയ്യുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. സോ ഇന്നത്തെ വർക്കിൻ്റെ പ്രഷറും അല്ലെങ്കിൽ ട്രാവൽ പ്രഷറും കാരണം 25-ാമത്തെ വയസ്സിൽ ജോലി ചെയ്യുന്ന ഒരാൾ 45-ാമത്തെ വയസ്സാകുമ്പോൾ ജോലി നിർത്തുവാണ്. ബിക്കോസ് പ്രഷർ അത്രയും വേണ്ട, കുറച്ച് സ്ലോ ആകാം. പക്ഷേ ആ 45-ാമത്തെ വയസ്സ് മുതൽ പിന്നെ ഒരു 50 കൊല്ലം കൂടെ ആ വ്യക്തി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 20 വർഷത്തിലുണ്ടാക്കിയ സേവിങ് അടുത്ത 40 വർഷത്തിന് വേണ്ടി ഉള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി വേണം. അതിപ്പോൾ സംഭവിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. അപ്പം നമ്മൾ ബേസിക്കലി പറഞ്ഞാൽ പണ്ട് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 60 years കഴിഞ്ഞിട്ടാണ് എന്നുള്ള പ്ലാനിങ്ങും ഇന്നിപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 35
കഴിഞ്ഞിട്ട് എന്താണ് ആ ഒരു ഡിഫറൻസ് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ആൾക്കാർ റിട്ടയർ ചെയ്യുമ്പോൾ ഡിഫൈൻഡ് പെൻഷൻ, അതായത് ഞാനൊരു സ്ഥാപനത്തിൽ നിന്ന് മാറുമ്പോൾ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിൽ മോർ ഇമ്പോർട്ടൻ്റ്ലി ഒരു ഗവൺമെൻറ് സ്ഥാപനമാണെങ്കിൽ എനിക്കറിയാം എനിക്ക് എല്ലാ മാസവും 60ാമത്തെ വയസ്സ് മുതൽ ഞാൻ ജീവിച്ചിരുന്നിടത്തോളം കാലം എനിക്ക് പെൻഷൻ വരും. ഇപ്പോൾ എൻ്റെ ഫാദർ റിസർവ് ബാങ്കിൽ നിന്ന് റിട്ടയർ ആയതാണ്. എൻ്റെ ഫാദർ റിട്ടയർ ആയി കഴിയുമ്പോൾ ഫാദറിന് എല്ലാ മാസവും റെഗുലറായിട്ട് പെൻഷൻ വരുന്നുണ്ട്. ഗോഡ് ഫോർബിഡ്, പക്ഷേ അച്ഛൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അമ്മയ്ക്ക് ആ പെൻഷൻ വന്നുകൊണ്ടിരിക്കും. സോ അവരുടെ മെഡിക്കെയർ ഫെസിലിറ്റീസ് എല്ലാം ടേക്കൺ കെയർ ആണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആണെങ്കിലും നമ്മുടെ എക്സ്പെൻസസ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയ സേവിങ്സിൽ നിന്ന് വേണം ടേക്ക് കെയർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റിന് വേണ്ടി നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തില്ലെങ്കിൽ 50ാമത്തെ വയസ്സ് മുതൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 50ാമത്തെ വയസ്സ് കഴിഞ്ഞ് എത്ര കാലം ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് പോലും നമുക്കറിയുന്നില്ല. സോ ഏർലിയർ ദ ബെറ്റർ. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ ഒരുപാട് പേരെ എന്നെ അഡ്വൈസ് ചെയ്യാനുണ്ടാവും, ജോലി കിട്ടിയ ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ കല്യാണം അങ്ങനെയുള്ളത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒരു രാകേഷ് പറഞ്ഞ ഒരു 7th ഒരു ഗോൾ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ശരിക്കും ഈ റിട്ടയർമെൻ്റ് അല്ലേ ശരിക്കും നമ്മൾ ഫസ്റ്റ് ഗോളായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യം? തീർച്ചയായിട്ടും ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിപിന് ഒരു കാറ് മേടിക്കണം, ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ലോൺ കിട്ടും. വിപിൻ്റെ മോള് പഠിച്ചു വരുന്നു, അവൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യണം. ഇന്നൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് 30-40 ലക്ഷം രൂപയുണ്ട്. ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 70-75 ലക്ഷം രൂപയാവും. ഇപ്പം ഒരു 50 ലക്ഷം രൂപ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപയുടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ തരും. നിസ്സാരം നമ്മുടെ വീട്ടിലെ ഫർണിച്ചർ മേടിക്കാൻ വരെ ലോൺ കിട്ടാറുണ്ട്. പക്ഷേ ഒരു ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് ചെന്നിട്ട്, സാറേ ഞാൻ നാളെ റിട്ടയർ ആവുകയാണ്, എനിക്കൊരു 50 ലക്ഷം രൂപ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രാഞ്ച് മാനേജർ പറയും, സാർ പോയിട്ട് വരൂ, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറയും. സിമ്പിൾ മാറ്റർ ഓഫ് ഫാക്ട്, റിട്ടയർമെൻറ്റ് ഇസ് ദി ഒൺലി ഗോൾ. നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾസിൽ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഗോളിന് മാത്രമേ നമുക്ക് ലോൺ കിട്ടാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് എന്നുള്ളത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കും. ഇപ്പോൾ ഒരു സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയിൻ്റെ ജസ്റ്റ് എനിക്കൊരു അവരുടെ എക്സ്പെൻസ് ഒന്ന്, അല്ലെങ്കിൽ അവർക്ക് ആ കിട്ടുന്ന ഇൻകം, ഇപ്പം നിങ്ങൾ സർവേ നടത്തിയതിൽ എവിടേക്കാണ് സ്പെൻഡിങ് എന്നുള്ളത്, അല്ലെങ്കിൽ അവർ കൂടുതൽ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, കാരണം അവർ എത്ര പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. കാരണം ഇപ്പോൾ ഒരു 25,000 അല്ലെങ്കിൽ 50,000 സാലറി കിട്ടിയാൽ പറയുന്ന കാര്യം എന്താ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തികയുന്നില്ല. അതാണ് അവർ പറയുന്ന ഒരു, എനിക്ക് ഈ ഇൻകം തികയുന്നില്ല, അല്ലെങ്കിൽ വേറൊരു ജോലി നോക്കണം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിൻ്റെ ഒരു ഇവർ ഏൺ ചെയ്യുന്ന ഇൻകത്തിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ്, അല്ലെങ്കിൽ ഇവർ എങ്ങനെയാണ് അതിൻ്റെ ഒരു നടക്കുന്നത്, ആ സ്പെൻഡിങ്സ് എങ്ങനെ നടത്തുന്നുള്ളതിൻ്റെ ഒരു ബൈഫർക്കേഷൻ തരാൻ പറ്റുകയാണെങ്കിൽ വളരെ, നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ആ സർവേന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഇൻപുട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. തീർച്ചയായിട്ടും നമ്മുടെ ഫൈൻഡിങ്സിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ ഇൻകം 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 60%, അതായത് 60,000 രൂപയോളം അവരുടെ എക്സ്പെൻസസിന് മാത്രം പോവാണ്. 60,000 രൂപ, 60,000 ഓൾമോസ്റ്റ് 60% അവരുടെ എക്സ്പെൻസിന് മാത്രമാണ്. ഈ 60%-നകത്തും 35%, അതായത് ഓൾമോസ്റ്റ് ഒരു 20,000, 25,000, 30,000 രൂപ അവരുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് മാത്രമാണ്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ഒരു 30-35%, ഒരു 18% റെൻറ്റ്, മറ്റുള്ള എക്സ്പെൻസസ്, പിന്നെ ഒരു 18% ലോൺ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 59-60% എക്സ്പെൻസ് വരുന്നുണ്ട്. ഇത് പോകെയുള്ള ബാക്കി 41%-ലാണ് അവരുടെ സേവിങ്സ് നടക്കുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നത്, അവരുടെ ബാക്കിയുള്ള ചെറിയ നിക്ഷേപങ്ങളും അവർ ചെയ്യുന്നത്. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആദ്യം ചിലവ് നടത്തിയിട്ട് മെച്ചം എന്തുണ്ടോ അതാണ് ഞാൻ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് സേവിങ് പറ്റാറില്ല. ബിക്കോസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നിൽക്കാത്ത ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു iPhone 15 ഉണ്ടെങ്കിൽ ഇപ്പോൾ iPhone 16 വരുമ്പോൾ എൻ്റെ നാച്ചുറൽ ടെൻഡൻസി അത് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്നൊരു ഒരു ഓൾട്ടോ ഓടിക്കുന്ന ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എൻ്റെ നെയ്ബർ ഇപ്പം ബ്രെസ മേടിച്ചു, എന്നാൽ പിന്നെ ഞാനും ബ്രെസ മേടിക്കാം. അപ്പം ഇന്നെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 20,000 രൂപയുടെ EMI, ഓക്കെ കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു ബ്രെസ മേടിക്കാം. അപ്പോൾ EMI 10,000 രൂപയല്ല ഉള്ളു. അങ്ങനെ ഞാൻ അടുത്ത കമ്മിറ്റ്മെൻറ്റ് എടുത്ത് നോക്കുന്നു. അങ്ങനെ ഉള്ള എക്സ്പെൻസ് കൂടുകയും അതേ സമയത്ത് നമുക്ക് സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ 60% ആണ് ആൾക്കാർ അവരുടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ചെയ്യുന്നത്. റിമൈനിങ് 40% അവർ അതിൻ്റെ ബൈഫിക്കേഷൻ ഒന്നും കൂടി, അതിൻ്റെ ബൈഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12%-ഓളം സേവിങ്സിന് പോകുന്നു. ഓക്കെ,
ഒരു 10% ഇൻവെസ്റ്റ്മെന്റ്സിന് പോകുന്നു. ഓക്കെ. പിന്നുള്ള ഒരു 10% ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ടുള്ള എക്സ്പെൻസ്. ഒരു ഡൗട്ട്, ഇപ്പം നമ്മൾ പറഞ്ഞു ഇതിൽ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇത് രണ്ട് കോൺസെപ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ലേമൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഇത് മനസ്സിലാവുന്ന രീതിയിൽ പറയാമെന്ന് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. സോ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ ഇപ്പം ഒരു 500 രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ 500 രൂപ ഞാൻ കൊണ്ടുപോയി ഒരു പിഗ്ഗി ബാങ്കിൽ ഇടുന്നതാണ് സേവിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇന്ന് നമ്മുടെ പിഗ്ഗി ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ്. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയി ഇടുമ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിൽ അത് കിടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അതിനൊരു ഗ്രോത്ത് ഇല്ല. ഇന്ന് 2, 2.5, 3% സേവിങ്സ് അക്കൗണ്ട് റേറ്റ് കിട്ടുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലെ പണപ്പെരുപ്പം എന്ന് പറയുന്നത്, അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 7-7.5% അടുത്തുണ്ട്. അതായത് ഓരോ വീടിനും ഓരോ ഇൻഫ്ലേഷൻ ഉണ്ട്. അതാണ് സത്യാവസ്ഥ. ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ അറൗണ്ട് 3 to 4% ആണ്. പക്ഷേ ആവറേജ് ആയിട്ട് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 7% അടുത്തുണ്ട്. ഇത് പല വീടുകൾക്കും ഇൻഫ്ലേഷൻ അവരുടെ വേറെയാണ്. അപ്പം സേവിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് 500 കൊണ്ട് ഒരു പിഗ്ഗി ബാങ്കിൽ ഇടുന്നതാണ് സേവിങ് എന്ന് പറഞ്ഞത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതേ 500 രൂപ പിഗ്ഗി ബാങ്കിൽ ഇടാതെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയി ഇടുവോ, അല്ലെങ്കിൽ അങ്ങനത്തെ ബെറ്റർ റിട്ടേൺ തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു വെഹിക്കിളിൽ ഇടുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് 500 ഒരു 5 വർഷം കഴിഞ്ഞാൽ 500 ആവരുത്. അത് മേ ബി 600 ആകാം, 700 ആകാം, 800 ആകാം, എന്തും ആകാം. സോ വെൻ യുവർ മണി ഈസ് ഗ്രോയിങ് അറ്റ് എ സർട്ടൺ റേറ്റ്, ദാറ്റ് ഇസ് കോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻഫ്ലേഷൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 1 lakh ഏൺ ചെയ്യുന്ന ആൾക്ക് ഒരു 60,000 രൂപ സ്പെൻഡിങ് ഇപ്പോൾ ഉണ്ടെങ്കിൽ മേ ബി ഒരു ഫ്യൂച്ചറിൽ അവർ ആ സ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു 5x ആവാം. തീർച്ചയായും. ഓക്കെ, തീർച്ചയായും. അപ്പോൾ അവർ അതിന് ഉള്ളതാണ് ഈ പ്രിപ്പയർ നമ്മൾ ചെയ്യേണ്ടത്, ഈ റിട്ടയർമെൻറ്റ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ റിട്ടയർമെൻറ്റിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനാണോ, എന്താണ് അത് മീൻ ചെയ്യുന്നത്? സോ ഇപ്പം വിപിൻ പറഞ്ഞൊരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇന്ന് 1 ലക്ഷം ശമ്പളം മേടിക്കുന്ന ഒരു വീട്ടിൽ, അതായത് ഭാര്യയും ഭർത്താവും ചേർന്ന് ഓരോ 1,00,000 രൂപ ശമ്പളം മേടിക്കുന്നു. എന്നാൽ വീട്ടിൻ്റെ വരവെന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ് എല്ലാ മാസവും. ആ വീടിൻ്റെ ചെലവ് എന്ന് പറയുന്നത് 50,000 രൂപ, 60,000 രൂപ, അല്ലെങ്കിൽ 70,000 രൂപയാവും. ഇപ്പോൾ ഈ 70,000 രൂപ വരവുള്ളതും ചെലവുള്ളതും 2 ലക്ഷം രൂപയുടെ വരവുമുണ്ട്. ഈ വരവെന്ന് പറയുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 20-25 കൊല്ലവും നമുക്ക് കിട്ടും, അല്ലേ? സത്യം. ശമ്പളം മേടിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നിടത്തോളം എനിക്ക് ശമ്പളം കിട്ടുന്നു, ശമ്പളം കിട്ടുന്നതോളം ഇൻകം ഒരു വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ചെലവെന്ന് പറയുന്ന കാര്യം ഈ 25 കൊല്ലം താണ്ടിയും പോവും. അതായത് 25 മുതൽ 50 വരെ എനിക്ക് വരവുണ്ടാവും, ചെലവും ഉണ്ടാവും. 50 മുതൽ 80 വരെ എൻ്റെ വരവ് നിൽക്കും, പക്ഷെ ചെലവ് നിൽക്കില്ല. മനസ്സിലായി. അപ്പം ആ ഒരു ഏരിയ ആൾക്കാർക്ക് അറിയാം, പക്ഷെ അതിന് ആൾക്കാർ പറയുന്നത് ഓക്കെ ആ സമയമാകുമ്പോൾ നോക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഈ ഇൻഫ്ലോനെക്കാട്ടിലും കൂടുതൽ ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഔട്ട്ഫ്ലോ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഡിജിറ്റൽ വേൾഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സ്പെൻഡിങ്സ് ഇവർ എങ്ങനെയാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ എന്തുണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ പുതിയ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഷോപ്പ് ചെയ്യണമെങ്കിൽ ഒരു EMI ഓപ്ഷൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എനിക്ക് അതിനെക്കുറിച്ച് എന്താണ് ഈ ഔട്ട്ഫ്ലോ കൂടാനുള്ള കാരണം അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻസ് ചെലവ് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, അതോ ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ടാണോ? സോ ഇന്ന് ഏറ്റവും വലിയ റീസൺ, അതായത് നമ്മുടെ ചെലവ് കുറയാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഈസി അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്. ഓക്കെ. അതായത് ക്രെഡിറ്റിൽ എന്ത് മേടിക്കാം എന്നുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്കുള്ളത് കൊണ്ട് ഇന്ന് പല ഫൈനാൻസ് കമ്പനികളും അവരവരുടെ കൗണ്ടേഴ്സ് ഏതൊരു ഷോപ്പിംഗ് മാളിൻ്റെയും ഫ്രണ്ടിലുണ്ട്. അപ്പം നമ്മൾ ബോൾഡായിട്ട് ആദ്യം കാണുന്നത് 0% EMI. എനിക്കിത് പറഞ്ഞപ്പോൾ ഓർമ്മ, കാരണം നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഡെബിറ്റ് കാർഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ജോബ് കിട്ടിയ സമയത്ത് ഡെബിറ്റ് കാർഡിനൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇന്ന് അതും മാറി. ഇന്നിപ്പം ക്രെഡിറ്റ് കാർഡ് മാറി, EMIs ഉണ്ട്, ക്രെഡിറ്റ് കാർഡിൽ EMIs ഉണ്ട്. ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് പൈസ വലിച്ചിട്ട് അടയ്ക്കാം. പോരാത്തതിന് BNPL, അതായത് ബൈ നൗ പേ ലേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നു. അതായത് ഇപ്പം എന്താണ് കമ്പനികൾ പറയുന്നത് വെച്ചാൽ, കാശില്ലെങ്കിലും കുഴപ്പമില്ല, നീ സാധനം എടുത്തുകൊണ്ട് പോകുക, കാശ് പിന്നെ തന്നാൽ മതി എന്നാ. അപ്പം നമ്മുടെ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ചിലവുകൾ കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ വരവുകൾ അതനുസരിച്ചിട്ട് കൂടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ് ഡെഫിനറ്റ്ലി ബിക്കംസ് വെരി വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ദ ബോത്ത് ദി എൻഡ്സ് മീറ്റ്. ഓക്കെ. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ സിറ്റി ലൈഫിലാണോ അതോ ഈ റൂറൽ ആയിട്ടുള്ള ഏരിയയിലാണോ കൂടുതലായിട്ടുള്ള ഈ സേവിങ്സ് പാറ്റേൺ കണ്ടിരിക്കുന്നത്, അതോ
ഏത് ഏരിയയിലാണ് ഫോക്കസ്? ഇപ്പോൾ അർബൻ ഹൗസ് ഹോൾഡിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സേവിങ്സ് ആണോ അതോ സ്പെൻഡിങ്സിലാണോ കൂടുതൽ അവർ? നമ്മുടെ റിട്ടയർമെൻറ്റ് സർവേയിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ഫൈൻഡിങ് എന്ന് പറഞ്ഞത് 2019 നമ്മൾ ആ സർവേ നടത്തുമ്പോൾ ഒരു ആവറേജ് ഇന്ത്യൻ്റെ സേവിങ്സ് 36% നിന്ന് കുറഞ്ഞ് 34% പക്ഷേ 2023 നമ്മൾ രണ്ടാമത് ആ സർവേ നടത്തിയപ്പോൾ ആ സേവിങ്സ് റേറ്റ് പിന്നെയും തിരിച്ച് കൂടുന്നതായിട്ടാണ് കാണുന്നത്. സോ അർബനിലാണെങ്കിലും റൂറലിലാണെങ്കിലും സ്പെൻഡിങ് ഉണ്ട്. അപ്പം ബേസിക്കലി ഈ സ്പെൻഡിങ് കൺട്രോൾ ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻകം എന്താണെന്നുള്ള ലിസ്റ്റ് ചെയ്യുക. നമ്മുടെ എക്സ്പെൻസസ്, അതായത് എക്സ്പെൻസസിനെ രണ്ടായിട്ട് പിരിക്കാം. ഒന്ന് വാണ്ടും ഒന്ന് നീഡും. ഓക്കെ. അതായത് വാണ്ട് എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നീഡെന്ന് പറയുന്നത് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ നമ്മൾ നീഡിൽ മാത്രം ഫോക്കസ് ചെയ്ത് വാണ്ടിനെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സേവിങ്സ് റേറ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. സോ അതിപ്പോൾ അർബനിലാണെങ്കിലും റൂറലിലാണെങ്കിലും അതിന് വേർതിരിവില്ല. അപ്പം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഒരു സാധനം വാങ്ങുമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നമുക്ക് നീഡഡ് ആണോ അല്ലെങ്കിൽ വാണ്ടഡ് ആണോ എന്നുള്ള ഒരു സോ വാണ്ടഡ് എന്ന് പറയുന്ന, അതായത് നമ്മുടെ വാണ്ട് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ എന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന ഒരു കാറിന് 8 ലക്ഷം രൂപ വിലയുണ്ട്. എൻ്റെ ബേസിക് നീഡ് എന്ന് പറയുന്നത് എൻ്റെ കാറ് എന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം വരെ കൊണ്ടുപോകുന്നു. അതിന് AC ഉണ്ട്, അതിന് പവർ സ്റ്റിയറിംഗ് ഉണ്ട്, നല്ലൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഇനി എൻ്റെ വരവ് കൂടി, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ ഒരു കാറ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന് ഓടിക്കുന്നത് ഒരു സിയാസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സിയാസിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒരു സഫാരിയിലേക്ക് മാറാം. ഓക്കെ. അതെൻ്റെ വാണ്ടാണ്, അതെൻ്റെ നീഡല്ല. എൻ്റെ നീഡ് ഒരു കാറാണ്, ആ കാർ ഇപ്പോൾ എനിക്കുണ്ട്. പക്ഷെ എൻ്റെ വാണ്ടാണ് സിയാസിൽ നിന്ന് സഫാരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തു വെക്കാൻ പോകുന്ന ഒരു ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അതിന് ഞാൻ എടുത്തു വെക്കണോ വേണ്ടിയോ എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ഇമോഷണലി നമുക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതൊരു ടിപ്പിക്കലായിട്ടുള്ള സൗണ്ടിങ് ബോർഡാണ്. നമുക്ക് വിളിച്ച് ചോദിക്കാം, ഓക്കെ എനിക്ക് ഇത് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അപ്പോൾ ഒരു നല്ലൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ നമ്മുടെ ഫൈനാൻസ് നോക്കിയിട്ട് പറയും, ഇപ്പം നിങ്ങൾക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റ് ഏത് ഗോളാണെങ്കിലും അത് കോംപ്രമൈസ് ആകും. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഈ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും ടിപ്സ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ ഈ നമ്മളെ ഒരു സ്റ്റാർട്ടിങ്ങിലെ ജോലി കിട്ടിയാൽ ഇപ്പം നമ്മൾ റിട്ടയർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്ലീഷയാണത്. കറക്റ്റ്. അത് പറഞ്ഞ ഒരു ക്ലീഷയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു യങ് ജനറേഷൻ്റെ അടുത്ത് ഇന്നത്തെ കാലത്ത് പോയിട്ട് റിട്ടയർമെൻറ്റിനെ പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലീഷ. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവർ അറിയാണ്ട് ആ ഒരു എമൗണ്ട് പ്രിപ്പയർ ആവാൻ ഉള്ള എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ അതൊന്ന് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ടിപ്സ് പറയുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും വിപിൻ പറഞ്ഞത് ശരിയാണ്, അതൊരു ക്ലീഷേ ടേം ആണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് വെൻ ഐ ആം നോട്ട് വർക്കിംഗ്, അതായത് ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാത്ത സമയത്ത് എൻ്റെ ലൈഫ് സ്റ്റൈലിന് ഒരു കോംപ്രമൈസും വരാതെ എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ഒരു നല്ല റിട്ടയേർഡ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിനുള്ള ഇപ്പോൾ റിട്ടയർമെൻ്റ് എന്ന് പറയണ്ട എന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു നല്ലൊരു വേർഡ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നാണ്. അപ്പോൾ അതിന് ആയിട്ടുള്ള സ്പെസിഫിക് ടിപ്സ് എന്ന് പറയുന്നത്, ഒന്ന്, സ്റ്റാർട്ട് ഏർലി. ഓക്കെ. എപ്പോഴും നമുക്ക് ഇന്നൊരു 50,000 രൂപയുടെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിൽ ഞാൻ കയറിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ നോക്കേണ്ടത്, ഓക്കെ എൻ്റെ ചിലവ് മാറ്റിയാൽ, അതായത് എൻ്റെ നീഡ്സ് മാറ്റിയാൽ എനിക്ക് എത്ര രൂപ മാറ്റി വെക്കാൻ പറ്റും. സോ സ്റ്റാർട്ട് ഏർലി. എത്രത്തോളം നേരത്തെ തുടങ്ങുന്നു അത്രത്തോളം കോമ്പൗണ്ടിങ് എഫക്റ്റ് ഉണ്ടാവും. അതിന് എക്സാമ്പിൾസ് നിങ്ങളെപ്പോലുള്ള മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തീർച്ചയായിട്ടും കാണിക്കാൻ പറ്റും. ഇപ്പോൾ 50 വയസ്സിൽ തുടങ്ങി 60 വയസ്സിൽ ഒരു ഗോൾ എത്തണമെങ്കിലും 40 വയസ്സിൽ തുടങ്ങുന്ന ഒരാൾ 60 വയസ്സിൽ ഗോൾ എത്തണമെങ്കിലും അതിന് കൊടുക്കേണ്ട കമ്മിറ്റ്മെൻറ്റ് എമൗണ്ട് വേറെയാണ്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 കോടി രൂപ ഒരാൾക്ക് 60-ാമത്തെ വയസ്സിൽ വേണമെങ്കിൽ 50-ാമത്തെ വയസ്സിൽ ആ 1 കോടിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന നിക്ഷേപം ഒരു മാസം 50,000 രൂപയും 10 വർഷം മുമ്പേ തുടങ്ങിയിരുന്നെങ്കിൽ അതേ നിക്ഷേപം നമുക്ക് 35,000 രൂപയിൽ നിന്നും തുടങ്ങാൻ പറ്റുന്ന ഡിഫറൻസ് നമ്മുടെ കണ്ണിൽ മുമ്പിൽ നമുക്ക് പല കാൽക്കുലേഷൻസിലും കാണാൻ പറ്റുന്നതാണ്. സോ ഒന്ന്, സ്റ്റാർട്ട് ഏർലി. 2, എന്തൊരു നിക്ഷേപത്തിൽ തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും ആദ്യം നിങ്ങളുടെ റിട്ടയർമെൻറ്റിനായിട്ടൊരു ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു പൈസ നിശ്ചിത തുക മാറ്റിയിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളൊരു നിശ്ചിത തുക മാറ്റിയിടുക. ആ മാസം
എന്തൊക്കെ സംഭവിച്ചാലും അതിനകത്തേക്ക് പൈസ കമ്പൽസറി ആയിട്ട് ഇടണം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വാട്ട് എവർ യു ആർ ഏർണിംഗ് ആഫ്റ്റർ യുവർ നീഡ് സേവ് ദ റെസ്റ്റ്. ഡോണ്ട് സ്പെൻഡ് ഇറ്റ് ഓൺ എ വാണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞ ഈ നിങ്ങളുടെ അതിൽ ലൈക്ക് ഞാൻ ആക്ച്വലി നിങ്ങളുടെ ആ റിസർച്ചിൽ വായിച്ചപ്പോൾ അതിൽ പല ടേംസ് ഉണ്ട് ഈ മണിക്ക്. ലൈക്ക് പൈസ എന്ന് പറഞ്ഞാൽ പല മീനിങ്സ് ആണ്. എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താണ് ആ ആർട്ടിക്കിളിൽ അങ്ങനത്തെ ഒരു മീനിങ് കൊടുക്കാനുള്ള കാരണം? നമ്മളൊരു 20-25 കൊല്ലം മുമ്പ് ആൾക്കാരെടുത്ത് പൈസ എന്താണ് സിംബലൈസ് ചെയ്യുന്നത്, അതായത് പൈസയുള്ള മനുഷ്യനെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലത്തുള്ള ആൾക്കാർ പറയും, ഓ വളരെ സെറ്റിൽഡ്, സെക്യൂർഡ്, അല്ലെങ്കിൽ റെസ്പെക്റ്റ്. പൈസയുള്ള ആൾക്കാർക്കാണ് റെസ്പെക്റ്റ് ഉള്ളത്, അവർ വളരെ 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 ഹൈ സേഫ്റ്റി നെറ്റുള്ള ആൾക്കാരാണ്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ എടുത്ത് നിങ്ങൾ പൈസയുടെ അർത്ഥം അല്ലെങ്കിൽ വാട്ട് ഡസ് മണി മീൻ ടു യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുക ഇമോഷണൽ സെക്യൂരിറ്റി, ഓക്കെ, എബിലിറ്റി ടു ഡു സംതിങ്. അതായത് എനിക്കിന്ന് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്തും മേടിക്കാം, എവിടെയും ട്രാവൽ ചെയ്യാം, എന്തും കാണാം. അത് മറ്റൊരു രീതി. അപ്പം ഇങ്ങനെ ഫ്രം എ സോഷ്യൽ ആംഗിൾ ടു ആൻ ഇമോഷണൽ ആംഗിൾ മണിയുടെ ഡെഫിനേഷൻ ആക്ച്വലി മാറിയിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ സർവേയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത മാതിരി ഇപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെവൻത്ത് ഗോളാന്ന് പറയും. ഈ ഫസ്റ്റും സെക്കൻഡും തേർഡും അല്ലെങ്കിൽ ആ ഒരു ഓർഡറിൽ വരുമ്പോൾ ആസ് എൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു കേരള ഒരു മലയാളിയുടെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രിയോറിറ്റി എന്ന് പറയുന്നത് എന്താണ് ആ സർവേ എന്നുള്ളത്? ഐ തിങ്ക് ആസ് എൻ ഇന്ത്യൻ ഓർ ആസ് എ മലയാളി ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ ഗുഡ് amount of us, good amount of our contemporaries are all NRIs. പല സ്ഥലങ്ങളിലും ജീവിക്കുന്നു, കഷ്ടപ്പെടുന്നു. അപ്പം ഏതൊരു മലയാളിയും ആദ്യം വെളിയിൽ പോയി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുമ്പോൾ അവരാദ്യം പറയുന്നത്, ഓക്കെ ഞാനൊരു വീട് കെട്ടാം. അപ്പോൾ ആദ്യം ഒരു വീട് കെട്ടുന്നു, ആ വീട് കെട്ടാൻ സ്വന്തമായിട്ട് കാശ് സ്വരുക്കൂട്ടി വെക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും, ബാക്കിയുള്ള നമ്മൾ ലോൺ എടുക്കും. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വീട് അത്യാവശ്യമാണ്, ഏതൊരു വ്യക്തിക്കും ഒരു വീട് അത്യാവശ്യമാണ്. പക്ഷേ ആ വീടിന് വേണ്ടി നമ്മൾ ആദ്യം പോയി ലോൺ എടുക്കണോ, അതോ നമ്മൾ ആ വീട് കെട്ടാൻ സമയമാവുമ്പോൾ മാത്രം അതിനു വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അതിനു മുമ്പ് അതിനായിട്ടൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു എയിം. അതുകൊണ്ട് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഏതൊരു മലയാളിക്കാണെങ്കിലും ഏതൊരു ഇന്ത്യൻ ആണെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആരും സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. സോ പ്രയോറിറ്റി ഓഫ് ഗോൾസിൽ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ, ചൈൽഡ്സ് മാരേജ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിട്ടയർമെൻറ്റ് ഷുഡ് ബി യുവർ തേർഡ് പ്രയോറിറ്റി. സംശയമില്ലാത്ത കാര്യമാണ്. ഇഫ് യു ആസ്ക് മീ, റിട്ടയർമെന്റ് ഷുഡ് ബി എ ഫസ്റ്റ് പ്രയോറിറ്റി, ബിക്കോസ് അതിനൊരിക്കലും ഒരു ലോൺ കിട്ടില്ല. ഓക്കെ, എന്നിരുന്നാലും അല്ല, എനിക്ക് ആ വേർഡിങ് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ മാതിരി റിട്ടയർമെന്റ് ഒരു ലോൺ കിട്ടില്ല, ബാക്കി എല്ലാത്തിനും ആ ലോൺ കിട്ടും. ആ ടാഗ് ലൈൻ ഭയങ്കര അട്രാക്റ്റ് ആയി. കാരണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും ഈസി ആക്സസ് ആണ്, പല സോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്ക് ലോൺ കിട്ടാത്ത സാധനത്തിൻ്റെ ഉള്ള അതിന്റെ കോർപ്പസ് ആണ് ആദ്യം ബിൽഡ് ചെയ്യേണ്ടതാണ് കാര്യം. കാരണം ഒരു സാലറിയുടെ എംപ്ലോയിക്ക് എപ്പോൾ വേണമെങ്കിലും വേറെ എന്ത്, ഇപ്പം വീടിന് ലോൺ കിട്ടും, കാറ് വാങ്ങാൻ ലോൺ കിട്ടും, എന്ത് അക്സസറി വേണമെങ്കിലും വാങ്ങാൻ ലോൺ കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം റിട്ടയർമെന്റ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് പ്രിയോറിറ്റി വെക്കണം തന്നെ. കറക്റ്റ്. പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ അടുത്ത ഫൈൻഡിങ്സ്? അതിൽ നമ്മൾ മറ്റുള്ള ചില ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2023 നടത്തിയ സർവേയിൽ ഈ 7 പ്രയോറിറ്റിക്കകത്ത് 6ാമത്തെ പ്രയോറിറ്റി റിട്ടയർമെന്റ് ആയി. 5ാമത്തെ പ്രയോറിറ്റിയിൽ ഒരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം വളരെ അത്യാവശ്യം എന്നുള്ളത് ആൾക്കാർ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്ന സമയത്ത് ഒട്ടുമിക്ക ബിസിനസ്സുകളും, കുറേ ബിസിനസ്സുകൾ പൊളിഞ്ഞു, കുറേ ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോഴൊക്കെ ആൾക്കാർക്ക് ഒരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. അപ്പം ഞാൻ എന്തൊക്കെ സേവ് ചെയ്ത് വെച്ചോ, ഒരു കോവിഡ് ട്രീറ്റ്മെൻറ്റ് അന്നത്തെ കാലത്ത് 10, 20, 30 ലക്ഷം രൂപ ചിലവായ ആൾക്കാരുണ്ട്. അപ്പം ഒരു ആയുഷ്കാലത്തിൽ സേവ് ചെയ്ത് വെച്ച ഒരു എമൗണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാതെ പോകാന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഡിഫിക്കൽട്ടാണ് ഡൈജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ആൾക്കാർ ആ സമയത്ത് മനസ്സിലാക്കിയത്, ഓക്കെ എനിക്ക് ഒരു വരുമാന മാർഗം നിന്ന് കഴിഞ്ഞാലും മറ്റൊരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ, അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ആൾക്കാർ പതുക്കെ അവരുടെ ഓൾട്ടർനേറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിങ് ആണ്. നമ്മളപ്പം PGIM എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ PGIM ആക്ച്വലി ഒരു ചെറിയൊരു ബുക്ക്, ഒരു 50 യുണീക്ക് സ്കിൽ സെറ്റ്സിൻ്റെ ഒരു ബുക്ക് നമ്മൾ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് എല്ലാ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ അടുത്തുമുണ്ട്. അതിനകത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ക്ലയൻറ്റിനും ആ ഒരു ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 50 യുണീക്ക് ആയിട്ടുള്ള സ്കിൽ സെറ്റ്സ്
അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾസും അല്ലെങ്കിൽ ഈ ബുക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് റിട്ടയർമെൻറ്റ് കോർണർ എന്നും പറഞ്ഞൊരു ഒരു സെഗ്മെൻ്റ് ഉണ്ട്. ആ കോർണറിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സർവേ ഫൈൻഡിങ്സും ഈ 50 gigs എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റും തീർച്ചയായിട്ടും അവർക്കും വായിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം നമ്മൾ അടുത്തൊരു കാണേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു അടുത്തൊരു ഇൻകം, സെക്കൻഡ് ഇൻകം എന്നുള്ള രീതിയിൽ നമ്മൾ കാണണം. തീർച്ചയായിട്ടും. ബേസിക്കലി എങ്ങനെയാണ് അത് നമ്മൾ അതിനുള്ള ടൈം വേണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്നത്തെ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ അപ്പോൾ നമ്മളത് നമുക്ക് അത്രയും പാഷനായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്തെങ്കിലും. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ വീട്ടിലെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വൈഫ് MSc B.Ed ആണ് പുള്ളിക്കാരി പഠിച്ചത്. പുള്ളിക്കാരി കോവിഡിൻ്റെ സമയത്ത് ഒരു 6 എല്ലാവരും 1.5 കൊല്ലത്തോളം വീട്ടിലുണ്ടായിരുന്നു. പുള്ളിക്കാരി ആ സമയത്ത് കേരള മ്യൂറൽ പെയിൻറ്റിംഗ് എൻ്റെ ഒരു ക്ലാസ്സിന് ചേർന്നു. ബേസിക്കലി മോർ എ സ്ട്രെസ് ബസ്റ്റർ. അതായത് ആ സമയത്ത് മക്കളെയും എല്ലാവരെയും നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഡൈവേർഷൻ. അങ്ങനെ പുള്ളിക്കാരി ഒരു 6 മാസത്തോളം കേരള മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചു. പിന്നെ പുള്ളിക്കാരി അത് പാർട്ട് ടൈം ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. പെയിൻറ്റ് ചെയ്ത് ആ പഠിച്ചതുകൊണ്ട് ഷീ ഇവൻച്വലി സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് വെരി വെൽ. ഇന്ന് പുള്ളിക്കാരി ഒരു ആവറേജ് 1 മണിക്കൂർ വെച്ച് പെയിൻറ്റിങ്ങിന് വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ ഒരു ആവറേജ് കേരള മ്യൂറൽ പെയിൻറ്റിങ് 6 feet by 6 feet ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റും. ഒരു ദിവസം 1.5 മണിക്കൂർ വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് 6 by 6 കേരള മ്യൂറൽ പെയിൻറ്റിങ് എനിവെയർ ബിറ്റ്വീൻ 15,000 to about 30,000 rupees പോകും. ഒരു വർഷത്തിൽ 6 പെയിൻറ്റിങ് തീർത്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷം രൂപ കിട്ടുന്നുണ്ട് ഒരു വർഷം. ഈ 2 ലക്ഷം രൂപ എന്നുള്ളത് എൻ്റെ വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഡീഷണൽ ഇൻകമാണ്. ഇത് പുള്ളിക്കാരി ജസ്റ്റ് പാർട്ട് ടൈം ചെയ്യുമ്പോൾ ഇത് തന്നെ ഒരു ഫുൾ ടൈം കോഴ്സായിട്ടോ ഫുൾ ടൈം പ്രൊഫഷനായിട്ടോ എടുത്താൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്ക് കഴിഞ്ഞ് വരികയാണെന്നോ വളരെ സ്ട്രെസ്ഡ് ആണ് എങ്കിൽ നമുക്ക് വൈകുന്നേരം കുറച്ച് നേരം ഇരുന്ന് വരയ്ക്കണമെങ്കിൽ നമുക്കത് നമ്മുടെ ഒരു പാഷനായിട്ട് എടുക്കാം. പക്ഷേ അത് ബിക്കോസ് നമ്മളത് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യും തോറും അതിൽ നന്നാവുകയും അത് പിന്നെ നമുക്ക് നാളെ കാലത്ത് മേ ബി നമ്മൾ റിട്ടയർ ആകുമ്പോൾ, മേ ബി നമ്മൾ ആ 40ാമത്തെ വയസ്സിലോ 35ാമത്തെ വയസ്സിലോ 55ാമത്തെ വയസ്സിലോ റിട്ടയർ ആകുമ്പോൾ മേ ബി എനിക്കൊരു മ്യൂറൽ പെയിൻറ്റിങ് ക്ലാസ് തുടങ്ങാം. അല്ലെങ്കിൽ ഞാൻ കുക്കിങ്ങിൽ വളരെ വിദഗ്ധനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുക്കറി ക്ലാസ്സസ് തുടങ്ങാം. എത്രയോ ആൾക്കാർ കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ്, ഒരു പ്രൊഫഷനെ യൂട്യൂബ് ചാനലിൽ കൂടെ എത്രയോ വളരെ വളരെ ഫേമസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അടുത്തൊരു അഡീഷണൽ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്കൻഡ് ഇൻകം ഉണ്ടാക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ആൻഡ് ഇപ്പം വിപിൻ പറഞ്ഞ പോലെ വർക്കിൻ്റെ ഇടയ്ക്ക് പറ്റുമോ? മേ ബി പറ്റാം, മേ ബി പറ്റാതിരിക്കാം. ബട്ട് അറ്റ്ലീസ്റ്റ് വി ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. നമ്മളിലുള്ള മറ്റു മറ്റുള്ള കഴിവുകൾ എന്താണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അതിനകത്ത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന എത്രയോ കഴിവുകളുണ്ടാവും. ഈ ബുക്ക് എന്ന് പറഞ്ഞ ആ ഒരു ഡയറക്ഷനിലുള്ള ഒരു എഫേർട്ടാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ആക്ച്വലി നമുക്ക് കുറച്ച് പാഷനുള്ള ഇതാണെങ്കിൽ അതിൽ കുറച്ചും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെസ് റിലീഫും ആണ്, ഒരു ഇൻകം എന്നുള്ള ബിൽഡ് ചെയ്യാൻ. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഒരു വളരെ പാഷനേറ്റ് പെറ്റ് ലവറാണ്. എൻ്റെ അടുത്ത് ഇന്ന് വിപിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ റിട്ടയർമെൻറ്റിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വർക്ക് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാനൊരു പെറ്റ് ഫാം തുടങ്ങും. അതായത് കേരളത്തിലും ഡോഗ് ലവേഴ്സ് ഉണ്ട്, പെറ്റ് ലവേഴ്സ് ഉണ്ട്. ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ ഒരു ചെറിയ ലാൻഡ് ബാങ്ക് ഉണ്ടെങ്കിൽ ഞാനൊരു ലാൻഡ് ലീസ് ചെയ്തിട്ട് ഞാൻ അവിടെ നമ്മളെപ്പോലുള്ള പെറ്റ് പേരൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ആൾക്കാർ അവരുടെ പെറ്റ്സിനെ നോക്കാനും അവരുടെ പെറ്റിനെ ടേക്ക് കെയർ ചെയ്യാനും ഒരു വളരെ സേഫും സെക്യൂർ ആയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഇറ്റ് ആക്ച്വലി ബിക്കംസ് എ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ഫോർ മീ. പ്ലസ് ഞാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഞാനത് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ വേറെ എന്തൊക്കെയാണ് അതിലുള്ള ഫൈൻഡിങ്സ്? പിന്നെ അതിലുള്ള ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിൽ നമ്മൾ വിചാരിക്കും റിട്ടയർമെൻറ്റ് നമ്മൾ മാത്രമാണെന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏജിങ് പേരൻസ് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അതായത് ഇപ്പം എനിക്ക് 60 വയസ്സാകുമ്പോൾ എൻ്റെ പേരൻസിന് ഓൾമോസ്റ്റ് 85-86. അപ്പോൾ അവരുടെ ഹെൽത്ത് കെയർ കോസ്റ്റും നമ്മൾ വഹിക്കേണ്ടതാണ്. സോ നമ്മൾ വിചാരിക്കും റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫും ഞാനും മാത്രമാണെന്ന്. അല്ല, എൻ്റെ ഏജിങ് പേരൻസ് ഉണ്ടാവാം, എൻ്റെ ഇൻലോസ് ഉണ്ടാവാം, എൻ്റെ ഇമീഡിയറ്റ് ഫാമിലി ഉണ്ടാവാം. അവരെ ടേക്ക് കെയർ ചെയ്യാം. എൻ്റെ മക്കൾ ഇന്ന് 25ാമത്തെ വയസ്സിലല്ല വർക്ക് ചെയ്യുന്നത്, പഠിക്കുന്നത്. മേ ബി ഇനി ഒരു 30ാമത്തെ വയസ്സ് വരെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ആ എക്സ്റ്റെൻഡഡ് സപ്പോർട്ട് കൊടുക്കാം. അതും എൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഭാഗമാകുന്നു. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ കോസ്റ്റ് ആൾക്കാർ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാന ഘടകമാണ്. എത്രയോ ആൾക്കാർ ഇന്നും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കുന്നു. അങ്ങനെ എടുക്കാത്ത ആൾക്കാർക്ക് ലോഞ്ചിറ്റിവിറ്റിയിൽ ഹെൽത്ത് കെയർ കോസ്റ്റ് കണ്ടമാനം വരും. ഇപ്പം നിസ്സാരം ഒന്നും വേണ്ട, നമ്മൾ ഒരു ഇൻ പേഷ്യൻ്റ് അല്ലാതെ ഒരു ഔട്ട് പേഷ്യൻ്റ് ആയിട്ട് ഇന്ന് ആവറേജ് ഒരു നല്ല ഡോക്ടറിനെ കൺസൾട്ട് ഉണ്ടെങ്കിൽ 1000 രൂപയാണ് ഫീസ്. ഇതേ ഡോക്ടർ 10 കൊല്ലം കഴിയുമ്പോൾ ഈ ഫീസ് 2000-3000 ആവും.
അപ്പോൾ ഒരു മാസത്തിൽ നമ്മൾ 2-3 വട്ടം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ 3000 to 4000 രൂപയുടെ ഫീസ് മാത്രം വരുന്നുണ്ട്, ഡോക്ടേഴ്സ് ഫീസ്. മെഡിസിൻ്റെ ഇൻഫ്ലേഷൻ കൂടും. സോ ഇതെല്ലാം ഹെൽത്ത് കെയർ, ഏജിങ് പേരൻസ്, സപ്പോർട്ടിങ് ചിൽഡ്രൻ ഫോർ ഫർദർ ലോങ്, ഇതെല്ലാം റിട്ടയർമെൻറ്റിൻ്റെ ഘടകങ്ങളായിട്ട് വരും. പക്ഷേ ഇതിനെപ്പറ്റി ഇത് ഓരോ ക്ലയൻറ്റിന് റിട്ടയർമെൻറ്റ് പ്ലാനിന് പല പല ആംഗിൾസ് ഉണ്ട്. അതിന് പക്ഷേ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഇരുന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ എടുക്കാൻ.